ഒരു പുതിയ വീഡിയോയിലേക്ക് ആകണം. ഞങ്ങൾ ഇന്നൊരു ഷോർട്ട് ഫിലിം എടുക്കാൻ പോകണേ. അല്ലേ, എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഷോർട്ട് ഫിലിം ഉടനെ വരുന്നതാണ്. ആദ്യത്തെ ഷോർട്ട് ഫിലിം കണ്ടിട്ടില്ലേ? പ്ലീസ് കാണുക. ഇവൻ്റെ പേര് കാർത്തിക് രാകേഷ്. ഇവൻ്റെ പേര് ആര്യൻ രാകേഷ്. നിന്റെ പേര് അശ്വിൻ സന്തോഷ്. എൻ്റെ പേര് ഹർഷൻ സന്തോഷ്. ഇതെൻ്റെ അനിയനാണ്, ഇത് ഇവൻ്റെ അനിയനാണ്. ദിസ് ഈസ് മൈ ചങ്ക്. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റത്തെ ഷോർട്ട് ഫിലിം കാണാത്തതുകൊണ്ട് സിനിമയുടെ പേരാണ് ത്രീ ചങ്ക്സ് ആണ്. അപ്പോൾ കാണാം. അങ്ങനെ വെറുതെ ഇരിപ്പലായി. ഇനി കാർത്തിക് വരണേ എത്ര സമയം പിടിക്കും? വെക്കേഷനൊക്കെ ആയി, അവനെന്താ വരാത്തല്ലേ? എനിക്കൊരു അനിയനുണ്ടായോ? അനിയനുണ്ടായോ? അനിയനുണ്ടായി. എന്തായാലും സന്തോഷേടാ. നമുക്ക് എന്നാലേ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാല്ലേ? എടാ, ഇതല്ലേ നിന്റെ അനിയൻ? 5 വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ അനിയൻ വലുതായി. ഞങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവൻ്റെ അനിയനെ ഒരു ദിവസം കാണാൻ പോയി. നമുക്ക് എത്തിയില്ലേ? നമുക്ക് എന്നാല് കാർത്തിന്റെ അനിയനെ കാണാൻ പോയല്ലോ. അശ്വിനെ, നിന്റെ നിലപാടെന്താ? ഞാൻ എന്തായാലും വരാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ബൈക്കിൽ കയറി പോയാ. എടാ, ഞാൻ ബൈക്കൊന്ന് പാർക്ക് ചെയ്യട്ടെ. മോനെ, ഞാന് എന്നെ അറിയോ നിനക്ക്? എന്റെ പേരെന്താ? അപ്പുച്ചേട്ടായി. നിനക്ക് അറിയാല്ലേ? ഈ ചേട്ടന്റെ പേരെന്താ? അച്ചു. ഈ ചേട്ടന്റെ പേരെന്താ? മോനെ, ഞങ്ങൾ പലഹാരം തരാൻ വന്നേ, കഴിച്ചോ? ഞങ്ങൾ 10ലേക്ക് പാസ്സായി. നിന്റെ ചേട്ടനും പാസ്സായി, അച്ചുവും പാസ്സായി. 10ാം ക്ലാസ് കഴിഞ്ഞ് അവർ ഡിഗ്രിയും പാസ്സായി. അവർക്ക് 3 പേർക്കും ഗൾഫിൽ ഒരേ സ്ഥലത്ത് ഒരേ തരത്തിൽ ജോലി കിട്ടി. ചേട്ടന്റെ ഒപ്പം ഞങ്ങൾ പോയിട്ട് വരാട്ടോ. ചേട്ടന്റെ തുണിയെല്ലാം ഞങ്ങളുടെ ബാഗിലുണ്ട്. ഞങ്ങളിനി ഒരു 5 വർഷം കഴിഞ്ഞിട്ടേ വരുള്ളൂ. കഥയല്ലേ? നല്ല കുട്ടിയായിട്ടിരിക്കണേ കുഞ്ഞ. ബൈ ബൈ. വീണ്ടും കാണാം. ഹലോ. ഒന്നുമില്ല, ഞാനിപ്പോ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. അങ്ങനെ അവൻ അറബീനോട് ആംഗ്യ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞു. അറബി അവനോടും പറഞ്ഞു. 15-20 കൊല്ലം അവരവിടെ ജോലി ചെയ്തു. തിരിച്ച് അവരുടെ വീട്ടിലെത്തിയപ്പോൾ, എടാ, നമ്മൾ ഇത്രയും വർഷത്തിന് ശേഷം നിന്റെ അനിയൻ്റെ അടുത്ത് എത്തിയില്ലേ? നമുക്ക് നിന്റെ അനിയനെ കണ്ടിട്ട് വന്നാലോ? കണ്ടിട്ട് വരാം. അങ്ങനെ അതിൻ്റെ സന്തോഷത്തിൽ അവർ കെട്ടിപ്പിടിച്ച് എല്ലാം പറഞ്ഞ് കളിച്ചു. അപ്പോൾ അവരുടെ 2 പേരുടെയും കൂടെ ജോലി ചെയ്യാത്ത ഹർഷൻ എന്ന കൂട്ടുകാരൻ, അവൻ ഗൾഫിൽ പോയ ഉടനെ അവൻ്റെ ജോലി പോയി. അവൻ ഗൾഫിൽ ജോലി തേടി ഗൾഫിലെ വേറൊരു സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് അവൻ ഇതേ ദിവസം തിരിച്ചവരുടെ വീട്ടിലേക്ക് വന്നു. ഒരു കാവി മുണ്ട് കൊടുത്ത് ഒരു കീറിയ ബനിയനും നെഞ്ചിൻ്റെ അവിടെ കീറിയൊരു ബനിയനും ഇട്ട് അവൻ തിരിച്ചു വന്നു. കാർത്തി, നിനക്കെന്നെ അറിയില്ലടാ. 3 പേര് ഒരുമിച്ച് അറിയാമോ? അതാരാണ്? അശ്വിൻ. അശ്വിൻ. അശ്വിൻ, നീ എൻ്റെ അനിയൻ. കാർത്തി, നിങ്ങൾ 2 പേരും എൻ്റെ അനിയനെ പോലെയാണ് ഉണ്ടായിരുന്നത്. 1 വയസ്സിന് മൂപ്പല്ലേ എനിക്കുള്ളൂ. ചേട്ടാ, കുഞ്ഞ. എടാ ചേട്ടാ, എടാ, എനിക്കിവിടെ അറബീൻ്റെ അടുത്ത് ഒരു പോയ ജോലിയാണ് കിട്ടിയത്. എത്ര ദിവസം ഞാൻ പട്ടിണി കിടന്നു. എത്ര ദിവസം ആടുകളെയും മേയിച്ചുകൊണ്ട് എത്ര ദിവസം ഞാൻ പട്ടിണി കിടന്നു. അന്ന് അമ്മ പോകുമ്പോൾ
അച്ഛനും അമ്മയും എനിക്ക് തന്നു വിട്ടാൻ ഈ 2 ജോഡി ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. വേറെ എല്ലാ ഡ്രസ്സും അവരെൻ്റെ നിന്ന് പിടിച്ചു വാങ്ങി. പിടിച്ചു വെച്ചാ ആ അങ്ങനെ ഞാൻ എത്ര ദിവസം ശ്രമിച്ചു. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. വെള്ളം കുടിച്ചു ചേട്ടാ. കാർത്തി, ഇതേതാ പിച്ചക്കാരനൊക്കെ കേറി വന്നിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ ചേട്ടനാണ്. അയ്യോ, ചേട്ടന്റെ കൂടെ അമ്മ. ഇതേത് പിച്ചക്കാരനാ കാർത്തി? ഇവരൊന്ന് വീട്ടിൽ വിളിച്ചു കയറ്റല്ലേ മോനെ? അപ്പൂ കാർത്തി, അമ്മയ്ക്ക് ഇന്നാലും ഞങ്ങളെ മനസ്സിലായില്ലല്ലോ. എന്തായാലും ഇനി എനിക്ക് തിരിച്ചു പോകാൻ സമയമായി. വന്നിട്ട് ഞാൻ 1 മാസമായില്ലേ. എടാ നീ പോവല്ലേ, നിന്റെ കൂടെ അച്ഛനും കാർത്തിനെയും കൂടെ വിടാ. അവര് നിന്നെ കുറച്ചുകൂടെ സഹായിക്കൂലേ? വേണ്ടമ്മ, അറബികളുടെ കൂടെ അവർ കഷ്ടപ്പെടണ്ട. ഞാൻ പോയിക്കോളാം. നീ ഇവിടെ 2 മാസം നിന്നിട്ട് പോയാ മതി. ഇല്ല, എനിക്ക് ഒരാഴ്ച. പോവല്ലേടാ, പോവല്ലേടാ, പോവല്ലേ. അങ്ങനെ അവൻ അവരെയും വിട്ടുപോയി. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ മരണശരീരമാണ് അവർക്ക് കിട്ടിയത്.